എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് നവരാത്രി ദീപാവലി സ്പെഷ്യൽ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാജു കട്ട്ലി അല്ലാന്നുണ്ടെങ്കിൽ കാഷ്നട്ട് ബർഫി എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം. ഇതെന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ സ്വീറ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു സ്വീറ്റ് തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ ഇതെങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാജു കട്ട്ലി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. കാഷ്യൂനട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1.5 കപ്പോളം അളവിൽ കാഷ്യൂനറ്റാണ്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് നമുക്ക് ഈ കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് അളവിൽ നിങ്ങൾ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യമായിട്ടോ 3 പ്രാവശ്യമായിട്ടൊക്കെ തന്നെ പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ കാഷ്യൂനട്ട് ഞാനിപ്പോൾ മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ ഒരുപാട് അളവൊന്നുമില്ല. അപ്പോൾ കറക്റ്റ് പൊടിച്ച് തന്നെ എടുക്കണം, അരച്ചെടുക്കരുത് ഒരിക്കലും. അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഓയിൽ റിലീസാവും. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ളൊരു രീതിയിൽ കിട്ടില്ല. അപ്പോൾ നിർത്തി മിക്സിയിലിട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുക. അതായത് പൾസ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് മതി. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഒരുപാട് വലിയ തരികളോ അല്ലെങ്കിൽ വലിയ കഷ്ണങ്ങളൊക്കെ പോലൊക്കെ എടുക്കണ്ടെങ്കിൽ അത് നമുക്കൊന്ന് മാറ്റണം. പക്ഷെ ചെറിയ തരികളൊന്നും പ്രശ്നമൊന്നുമില്ല. ഇനി ഞാനിത് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്കൊന്ന് അരിച്ച് നോക്കാം കറക്റ്റായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ടോ എന്ന്. ഞാനിതിന് വേണ്ടിയിട്ട് വളരെ ചെറിയ ഹോളുള്ള അരിപ്പയല്ല കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ജ്യൂസൊക്കെ അരിക്കണ ആ ഒരു അരിപ്പയാണ് എടുത്തിരിക്കുന്നത്. എപ്പോഴും കാജു കട്ട്ലിയൊക്കെ തയ്യാറാക്കുമ്പോൾ ചെറിയ തരികളൊക്കെ പോലൊക്കെ എടുക്കുന്നത് തന്നെയാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരിക. ഇപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ കാജു കട്ട്ലി വാങ്ങിക്കുമ്പോൾ പല ബ്രാൻഡ്സിനും പല ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ചെറിയ തരികളൊക്കെ ഉള്ളത് തന്നെയാണ് ഇഷ്ടം. പിന്നെ അത് ഒക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരും. ഇപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഒന്നും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയ്ക്ക് വലിയ തരികൾ വേണ്ട. ഒന്നും കൂടി ഞാനൊന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടിച്ചെടുത്തിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ചെറിയ കട്ടകളൊക്കെ പോലെ ഉണ്ടാവും. അത് കുഴപ്പമൊന്നുമില്ല, അത് കൈവച്ചിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. പക്ഷേ വലിയ കഷ്ണങ്ങളൊന്നും ഉണ്ടാവരുതെന്ന് മാത്രം. ഇനിയിപ്പോൾ രണ്ടാമത് ഞാനിപ്പോൾ പൊടിച്ചെടുത്തത് അരിച്ചെടുത്തിട്ടൊന്നുമില്ല, അല്ലാതെ തന്നെ ഡയറക്റ്റ് ചേർത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിച്ചെടുത്തിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കാജു കട്ട്ലി തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഷുഗറൊക്കെ ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 കപ്പ് അളവിൽ പഞ്ചസാര ഒരു കടായിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3/4 കപ്പ് എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് അളവിലുള്ളൊരു മധുരം തന്നെയായിരിക്കും ഇതിന്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി പഞ്ചസാര നന്നായിട്ട് ഉരുകി വരണം. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. ഉരുകി വന്നതിന് ശേഷം ഒരു നൂൽ പരുവത്തിലാണ് ഇത് വരേണ്ടത്, അതായത് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി. അപ്പോൾ ഈ പഞ്ചസാരയുടെ ഒരു പരുവെന്ന് പറയണത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോഴായിരിക്കും നമുക്ക് കാജു കട്ട്ലി കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാനും എല്ലാം പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. നമ്മൾ ഓരോ സ്വീറ്റ്സ് തയ്യാറാക്കുമ്പോഴും ഈ ഷുഗർ സിറപ്പിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് പല രീതിയിലാണ് തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ എല്ലാം നന്നായിട്ട് തിളച്ച് വന്നത് ഇതുപോലെ ബബിൾസ് ഒക്കെ വരില്ലേ, അതിനുശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഷുഗർ സിറപ്പിൻ്റെ സ്റ്റേജസ് ഒക്കെ പെട്ടെന്ന് മാറി വരും. ഇനി നമുക്ക് കുറച്ചെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് നോക്കാം കറക്റ്റായിട്ട് ഒരു നെൽ പരുവം ആയി വന്നിട്ടുണ്ടോയെന്ന്. ഇതുപോലെ കയ്യിലൊന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഒട്ടണ പരുവം കണ്ടില്ലേ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷമാണ് ഞാനിതിലേക്ക് കാഷ്യൂനട്ട് പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം പിന്നെ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ തന്നെ. ഇട്ട് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യുക. ഒരുപാട് സമയം അതുപോലെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഷുഗർ സിറപ്പൊക്കെ ഒന്ന് കട്ടിയായിട്ട് വരാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മിക്സ് ചെയ്ത് ഇതുപോലെ എല്ലാവരുടെയും നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴായിരിക്കും കട്ടകളൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് തന്നെ ഇത് നമുക്ക് റെഡിയായി കിട്ടുക. ഇതുപോലെ കുറച്ചൊന്ന് ലൂസായിട്ടുള്ള പോലെ വരണം ഈ സമയത്ത് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ പലരും പല ചേരുവകളും കാജു കട്ട്ലിയിൽ ചേർത്ത് കൊടുക്കാറുണ്ട്. ചിലർ മിൽക്ക് പൗഡർ ഉണ്ടല്ലോ, പാൽപ്പൊടി, അത് ചേർത്തിട്ട് തയ്യാറാക്കി എടുക്കാറുണ്ട്. പക്ഷേ ഞാനിപ്പോൾ പാലാണ് ഇതിലേക്ക് ചേർക്കുന്നത്. 3 ടേബിൾ സ്പൂൺ അളവിൽ, അത്രേ തന്നെ മതി. ഒരുപാട് അളവിലൊന്നും വേണ്ട. അതിപ്പോൾ തിളപ്പിച്ച് പാലാണെന്നുണ്ടെങ്കിലും തിളപ്പിച്ചെടുക്കാത്ത പാലാണെന്നുണ്ടെങ്കിലും ഏതായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ പാല് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് പാല് ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇതിൽ മെയിനായിട്ടുള്ളൊരു ഫ്ലേവറും ടേസ്റ്റ് എന്നൊക്കെ പറയുന്നത് കാഷ്യൂനട്ടിൻ്റെ തന്നെയാണ്.
ഇനി ഇത് നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരണം. ഇപ്പോൾ ഒന്നും കൂടി ഒന്ന് ലൂസായിട്ട് വന്നിട്ടുണ്ട്. തിക്കായിട്ട് വരട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിൽ ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കായാണ് ചേർത്ത് കൊടുക്കുന്നത്, അതായത് ഏലക്കായുടെ പൊടി. അപ്പോൾ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്തതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. അത് ഫൈനായിട്ടുള്ള അരിപ്പേ കൂടെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഏലക്കായയുടെ ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ ഇതിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു ഫ്ലേവർ മാത്രം മതി ഇതിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യും ഒരു 1/4 ടീസ്പൂൺ അളവിൽ മാത്രം മതി. കാജു കട്ട്ലിയിലൊന്നും സാധാരണ ഒരുപാട് നെയ്യ് ചേർത്ത് കൊടുക്കാറില്ല. പിന്നെ ചില ബ്രാൻഡ്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാവാറുണ്ട് നെയ്യുടെ ഒരു അളവെന്നൊക്കെ പറയണത്. ഇനി ഇത് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി അത്യാവശ്യം ഒന്ന് കട്ടിയായിട്ട് വരണം. പാനിൽ നിന്ന് വിട്ട് വരണ ഒരു പരുവത്തിൽ തന്നെ എത്തണം. എന്നിട്ട് നമ്മളിത് സെറ്റ് ചെയ്തെടുത്താലാണ് കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടുള്ളൂ. ഒരുപാട് ലൂസായ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സെറ്റ് ആവില്ല. അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് എങ്ങാനും ഇതിൻ്റെ ഒരു പാകമൊന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയെന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതുള്ളൂ. ഇതിപ്പോൾ ഒരുപാട് കട്ടിയായി പോയി നമ്മൾ എന്താ പറയുക സെറ്റ് ചെയ്ത് എടുക്കാൻ വെച്ചിട്ട് ഒരുപാട് കട്ടിയായിന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കാൻ പറ്റും നമുക്ക്. അതുപോലെ അതിനുശേഷം പിന്നെ അത് സെറ്റ് ചെയ്തെടുത്താൽ മതി. അതുപോലെ കുറച്ച് ലൂസായെന്ന് വിചാരിക്കും, നമ്മളിതിപ്പോൾ സെറ്റ് ചെയ്യാൻ വെച്ച സമയത്ത് ഇത് സെറ്റ് ആവണില്ല. അപ്പോഴും നമുക്ക് ഇത് വീണ്ടും ഒന്ന് പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കിയിട്ട് വീണ്ടും ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എങ്ങനെ സെറ്റ് ചെയ്തെടുക്കണേന്ന് ഞാൻ കാണിക്കുന്നുണ്ട് അവസാനം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ വേസ്റ്റായി പോണ പ്രശ്നം അങ്ങനെയൊന്നും തന്നെ ഇല്ല. കാജു കട്ട്ലിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അത്ര ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു ഷുഗർ സിറപ്പിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ശ്രദ്ധിക്കുക. അതുപോലെ ഇത് അത്യാവശ്യം ഒന്ന് തിക്കായതിന് ശേഷം മാത്രം നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോഴായിരിക്കും കറക്റ്റായിട്ട് വരിക. പിന്നെ മെഷർമെൻറ്റ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരും. നമ്മൾ ബേക്കറീസിൽ നിന്നൊക്കെ വാങ്ങിക്കണ കാജു കട്ട്ലിയിൽ മിക്കതിലും മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാറുണ്ട്. മിൽക്ക് പൗഡർ പല പ്രൊപ്പോർഷനിലായിരിക്കും അവർ ചേർത്ത് കൊടുക്കുക. ചില ബേക്കറീസിൽ നിന്ന് ചിലപ്പോൾ കുറച്ച് കൂടുതൽ ചേർക്കാറുണ്ട്. അങ്ങനെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും കാഷ്നട്ടിൻ്റെ ആ ഒരു ഫ്ലേവർ തന്നെയാണ് കൂടുതലായിട്ട് തന്നെ വരേണ്ടത്. ഇപ്പോൾ ഇതൊന്ന് വിട്ട് വന്നിട്ടുണ്ട് പാനിൽ നിന്ന്. ഇനി ഞാനൊരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പറിൽ കുറച്ച് നെയ്യ് തടവണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇത് ബട്ടർ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ബട്ടർ പേപ്പറിൽ ഇട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ നോർത്തിലത്തെ ഒരു സ്വീറ്റ് തന്നെയാണല്ലോ. അപ്പോൾ ഇവിടേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഒരു പ്ലാസ്റ്റിക് അവൈലബിൾ ആണ് കാജു കട്ട്ലിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിലിട്ടിട്ടാണ് അവർ കുഴച്ചെടുക്കുക. പക്ഷെ നമുക്ക് വീട്ടിലൊക്കെ തയ്യാറാക്കുമ്പോൾ അതൊന്നും അവൈലബിൾ അല്ലല്ലോ. അപ്പോൾ ബട്ടർ പേപ്പർ ആയിരിക്കും കുറച്ചും കൂടി ഈസി എന്ന് എനിക്ക് തോന്നുന്നു. ഇനി ചെറുതായിട്ട് നമുക്ക് കൈവച്ചൊന്ന് കുഴയ്ക്കാൻ പറ്റാവുന്ന ഒരു ചൂടിലെത്തുമ്പോൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കയ്യിലും കുറച്ച് നെയ്യൊന്ന് തടവി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കില്ല. ഞാൻ ആദ്യം കുഴച്ചെടുത്തപ്പോൾ നെയ്യൊന്നും തടവിയിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നെയ്യൊന്ന് തടവിയിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതൊരു ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ കട്ട് ചെയ്തെടുക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇപ്പോൾ ഏത് ഷേപ്പിലാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ വീട്ടിലല്ല തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ വേസ്റ്റായിട്ട് പോകുന്നില്ല. ഇതിൻ്റെ അഡ്ജസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് കഴിക്കും. ഇപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കണം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. കാജു കട്ട്ലി എന്ന് പറയുമ്പോൾ ഇത്രയ്ക്ക് തിക്കായിട്ടല്ലല്ലോ തയ്യാറാക്കിയെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലും നെയ്യ് തടവിയ ബട്ടർ പേപ്പറാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ എത്രയ്ക്ക് തിന്നായിട്ട് പരത്തണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് പരത്തിയെടുക്കാം. ഇപ്പോൾ ചില ബ്രാൻഡ്സൊക്കെ നല്ല തിന്നായിട്ട് തന്നെ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഒരുപാട് തിക്കായിട്ട് വേണ്ട, ഒരു മീഡിയം തിക്നെസ് അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് തിന്നായിട്ട് പരത്തിയെടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം. അപ്പോൾ ഒരുപാട് പ്രഷർ കൊടുക്കാതെ തന്നെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ അതൊക്കെ തന്നെ പരത്തിയെടുക്കുക. അപ്പോഴായിരിക്കും ഇത് കറക്റ്റായിട്ട് തന്നെ കിട്ടുള്ളൂ. കണ്ടില്ലേ, തീരെ ഒട്ടിപ്പിടിക്കണമെന്നില്ല, കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചൂടുള്ള സമയത്ത് തന്നെയാണ് ഞാനിത് പരത്തിയെടുത്തിരിക്കുന്നതെല്ലാം. ഇനി ഇത് സെറ്റായിട്ട് വരും കുറച്ച് സമയം കഴിയുമ്പോൾ, നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ തന്നെ സെറ്റായിട്ട് വരും. അപ്പോൾ അതിനേക്കാളും മുമ്പുള്ള ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഒന്ന് സെറ്റ് ആയതിനു ശേഷം കട്ട് ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ കറക്റ്റ് സെറ്റ് ആവണതിന് മുമ്പാണ് ഒന്ന് കട്ട് ചെയ്യണത്. അത് കാരണം എന്താ പറയുക, ചെറുതായിട്ടൊന്നും ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്യണ സമയത്തും കത്തിയിൽ കുറച്ച് നെയ്യ് തടവി എടുക്കുക. ഇതിപ്പോൾ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ, കറക്റ്റായിട്ട്
ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം സ്റ്റാൻഡിങ് ലൈനായിട്ട് കട്ട് ചെയ്യുക, പിന്നെ ഒരു സ്ലാൻഡിങ് ലൈൻ, അങ്ങനെ ഇതുപോലൊരു ഡയമണ്ട് ഷേപ്പിലാണ് നമുക്ക് വേണ്ടത്. സാധാരണ അങ്ങനെയാണല്ലോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് റെക്റ്റാങ്കിൾ ഷേപ്പോ അല്ലെങ്കിൽ സ്ക്വയർ കാജു കട്ട്ലിയൊക്കെ സാധാരണ ഷോപ്സിൽ നിന്നൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഷേപ്പ് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാം. അതിൽ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു മീഡിയം തിക്നെസ്സോട് കൂടി തന്നെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ സിൽവർ ലീഫ് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കാം. അപ്പോൾ സിൽവർ ലീഫ് നമുക്ക് ഷോപ്സിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഷോപ്സിൽ നിന്നൊക്കെ വാങ്ങിക്കണ കാജു കട്ട്ലിയിൽ സിൽവർ ലീഫ് അല്ലാന്നുണ്ടെങ്കിൽ സിൽവർ വർക്ക് ചെയ്യാറുണ്ട്. ഒന്നും കൂടി ഒന്ന് അപ്പീലിംഗ് ആയിട്ട് ഒരു റിച്ച് ലുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് സ്വീറ്റ്സിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ സിൽവർ ലീഫ് വെച്ച് കൊടുക്കണത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ അതിൻ്റെ ഷെൽഫ് ലൈഫും ഒന്ന് കൂടും അങ്ങനെ വെച്ച് കൊടുക്കണ സമയത്ത്. പിന്നെ നമ്മൾ വീട്ടിലൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ തന്നെ തയ്യാറാക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇപ്പോൾ ഞാനിതൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വശങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഒന്നും കൂടി നല്ല ഷേപ്പിലൊക്കെ കിട്ടും. ഇത് ശരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണ ആ സെയിം ടേസ്റ്റിലും ആ ഒരു ടെക്സ്ചറിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ദീപാവലിയുടെ സമയത്ത് അല്ലാന്നുണ്ടെങ്കിൽ നവരാത്രിയുടെ സമയത്തൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ് തന്നെയാണ്. എന്തായാലും കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഞാനിനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇത് തയ്യാറാക്കി ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് സോഫ്റ്റ് ആയിട്ട് വരാനും പാടില്ല, അതുപോലെ ഒരുപാട് ഹാർഡായിട്ട് വരാനും പാടില്ല. കയ്യിലൊന്നും ഒട്ടിയൊന്നും പിടിക്കരുത്. ഇതിപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു ടെക്സ്ചറിൽ തന്നെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. മധുരമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോട്ടെ. അതുകൂടാതെ നിങ്ങളുടെ വീഡിയോ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി നമുക്ക് വീണ്ടും കാണാം.